വെൽക്കം ടു ധൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ നിങ്ങൾക്ക് ധനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ അത് ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറായിരുന്നു. അത്തരം ഫീച്ചർ നമ്മൾ ധനിലേക്ക് കൊണ്ടുവന്നപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ് പലരിൽ നിന്നും വന്നത്. നമ്പർ 1, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അതർ ബ്രോക്കേഴ്സിൽ നിന്നും ധനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ചോദ്യം നമ്പർ 1. നമ്പർ 2, ട്രാൻസ്ഫർ ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ നിന്നും അതിനെ പ്ലഡ്ജ് ചെയ്ത് ധനിലൂടെ തന്നെ വീണ്ടും നമുക്ക് പ്ലഡ്ജ്ഡ് എമൗണ്ട് ഉപയോഗിച്ച് വേറെ ട്രേഡ്സ് ചെയ്യാൻ സാധിക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യെസ്, യു ക്യാൻ. സോ ഇതാണ് ധനിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. സോ അടുത്തത് നമുക്ക് ഇത് എങ്ങനെയാണ് സാധ്യമാക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ മുന്നിലുള്ള ചാലഞ്ച്. സോ അത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ പരിചയപ്പെടാം. നമ്മുടെ മുന്നിലുള്ള ചാലഞ്ച് എന്തായിരുന്നു വെച്ചാൽ, അതർ ബ്രോക്കറിൽ നിന്നും നമ്മുടെ ധനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതായിരുന്നു. ട്രഡീഷണലി ഇതിന് 4 രീതിയിലുള്ള പ്രോസസ് ഫ്ലോ ഉണ്ടായിരുന്നു. നമ്പർ 1, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കർ ഏതായിരുന്നു ആ ബ്രോക്കറിന്റെ കയ്യിൽ നിന്നും DIS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം. സോ ഈ DIS എന്ന് വെച്ചാൽ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ്. സോ അത് നമ്മൾ എക്സിസ്റ്റിംഗ് ബ്രോക്കറിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടിയിരുന്നു. സോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കറിൽ നിന്നും DP നമ്പർ നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ISN നമ്പർ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു. ദെൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്ത് ആ ഒരു പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ടായിരുന്നു. സോ ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കർ ആരാണോ, ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത് ഏത് ബ്രോക്കറിലേക്കാണോ ആ ബ്രോക്കറിലേക്ക് നമ്മൾ അയക്കുന്നു. അവരതിനെ വെരിഫിക്കേഷൻ ചെയ്ത് അവർ പിന്നെ ഡെപ്പോസിറ്ററിയിലേക്ക് അയച്ച് തിരിച്ച് നമുക്ക് വെരിഫിക്കേഷൻ കൺഫർമേഷന് വേണ്ടിയിട്ട് ഏതാണ്ട് 10 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ പറഞ്ഞു ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഡോക്യുമെന്റേഷൻ എല്ലാം ഫിൽ ചെയ്ത് ഡോക്യുമെന്റ്സ് ഡെപ്പോസിറ്ററിയിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് ഏതാണ്ട് 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വെരിഫിക്കേഷൻ ആയി അത് കൺഫേം ചെയ്ത് 10 നിയർലി 10 ഡേയ്സ് എടുക്കും നമുക്ക് റിട്ടേണിലേക്ക് നമുക്ക് അപ്രൂവൽ വരുവാൻ. ആ അപ്രൂവലിൽ നിന്നും നമ്മൾ പിന്നെ നമ്മുടെ ബ്രോക്കറിലേക്ക് അയച്ചതിന് ശേഷം ദെൻ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ട്രാൻസ്ഫർ നടക്കും. സോ ഇത്തരം ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലായിരുന്നു മുൻകാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് ഒരു ബ്രോക്കറിൽ നിന്നും ഇനിയൊരു ബ്രോക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എടുത്തിരുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തഡോളജി. പക്ഷേ ദെൻ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ ഓൾറെഡി പറഞ്ഞ മാതിരി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡിജിറ്റലി തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ടിനെ നിങ്ങൾക്ക് ഡിമാറ്റ് ഫോർമാറ്റിലേക്ക് നമുക്ക് ധനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ വിശദമായിട്ട് നോക്കാം. സോ അപ്പോൾ എങ്ങനെ നമുക്ക് ഡിജിറ്റലി നമ്മുടെ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റിലേക്ക് നമ്മുടെ ധനിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചാൽ, എല്ലാ ബ്രോക്കേഴ്സും നോർമലി ഏത് ഡെപ്പോസിറ്ററിയാണ് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ CDSL എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്ററിയാണ്. അപ്പോൾ CDSL ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേരെ CDSLന്റെ EC പോർട്ടലിലേക്ക് നമ്മൾ കടക്കുക. EC പോർട്ടലിൽ പോയിട്ട് നമ്മുടെ ലോഗിൻ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് KYC രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡിമാറ്റ് ധനിൻ്റെ ഡിമാറ്റ് ID കൊടുത്തിട്ട് നമുക്ക് ഡിമാറ്റ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഡിമാറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആ മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ധനിലേക്ക് മാറ്റണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള എല്ലാ മെത്തേഡ്സും ആ ഒരു പോർട്ടലിൽ അവൈലബിൾ ആണ്. അതിലൂടെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ള റിക്വസ്റ്റ് കൊടുക്കാം. ആ റിക്വസ്റ്റ് ടേക്കപ്പ് ചെയ്തതിന് ശേഷം വാലിഡേഷൻ പ്രോസസ്സ്, അത് 1 to 2 days വർക്കിംഗ് ഡേ ആണ് അവർ പറയുന്ന സമയം. സോ ആ വാലിഡേഷൻ ടൈം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഫർദർ പ്രോസസ്സ് ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ ചെയ്യേണ്ട പ്രോസസ്സാണ്. അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അപ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മുടെ പ്രോസസ്സ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കറിൽ നിന്നും കൊണ്ടുവരേണ്ടുന്നതിന് നമ്മൾ ധൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവുക. ഇതിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡിമാറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം എപ്പോഴും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ധനിൽ മൊബൈലിലൂടെ മാത്രമേ നമുക്ക് ഡിമാറ്റ് ട്രാൻസ്ഫേഴ്സ്, ഡിമാറ്റ് ബൈയിങ്ങും ഹോൾഡിങ്ങും അതിൻ്റെ പ്രൊഫൈൽസ് എല്ലാം നമുക്ക് സാധിക്കത്തുള്ളൂ. ധനിൻ്റെ വെബ് പ്ലാറ്റ്ഫോം വഴി നമുക്കത് സാധിക്കത്തില്ല. ധനിൻ്റെ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ പ്രോസസ്സ് ചെയ്യാൻ. സോ ധനിൻ്റെ മൊബൈൽ ആപ്പിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് ആക്ടിവേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാവൂ. ഓക്കെ, സോ നോട്ട് ദ പോയിന്റ്. സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ധനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മ്യൂച്വൽ ഫണ്ട് CDSL അപ്രൂവലായി. ഇനി നമ്മൾ ധൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ധൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് ക്ലിക്ക് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു എക്സ്ക്ലമേഷൻ ബട്ടൺ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ടു നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ട്, നിങ്ങളുടെ അപ്രൂവ്ഡ് ആയി കിടക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. ഐ മീൻ ട്രാൻസ്ഫർ ഫ്രം അതർ ബ്രോക്കർ എന്നുള്ളത് സാങ്ഷനായി കിടക്കുന്ന അവിടെ ഉണ്ടാവാം. നമ്മൾ അതിനെ എന്ത് ചെയ്യുക, റീകൺഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ക്ലമേഷൻ ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു OTP എൻട്രിയിലേക്ക് പോകേണ്ടി വരും. എന്തിനാണ് ഈ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നാച്ചുറലി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിങ്ങൾക്കൊരു OTP വരും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഓൾഡ് മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റിൽ നിന്നും നിങ്ങളുടെ ധൻ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആകും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ പിന്നെ അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത് വരുന്ന പോയിന്റ്, നോർമലി ഇത്തരം ട്രഡീഷണൽ ട്രാൻസാക്ഷൻസിനെ പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ട്രഡീഷണൽ ട്രാൻസാക്ഷൻസിൽ നമ്മൾക്ക് ഒരു ബ്രോക്കറിൽ നിന്നും ഇനിയൊരു ബ്രോക്കറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ലൈക്ക് NAV ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ. നമുക്ക് എത്ര NAV എന്ന് പറയുന്നത് ഷെയർസ്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് തന്നെയാണ് NAV. അപ്പോൾ NAV ഒന്നും കറക്റ്റായ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും എന്താ പറയുക പല ബ്രോക്കേഴ്സിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഒന്നും മാനുവലി എൻ്റർ ചെയ്യാണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ മാനുവലി എൻ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ NAV എത്രയാണ്, കറക്റ്റായിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ അത് വർക്കൗട്ട് ആകത്തുള്ളൂ. പക്ഷെ ദെൻ അതിനും ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന പോയിന്റിൽ എവിടെയെങ്കിലും ചെറിയൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, എൻറ്റയർലി നമ്മുടെ ടോട്ടൽ പ്രീമിയത്തിൽ വരുന്ന മാറ്റം അതൊക്കെ നമുക്ക് എല്ലാം തെറ്റിപ്പോവും, എറർ വന്നു പോകും. സോ ആ എറേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ എന്ത് ചെയ്തു, പുതിയൊരു നമ്മൾ ഈ OTP കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ഡീറ്റെയിലും ഫെച്ച് ചെയ്തിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എപ്പോഴായിരുന്നു, എത്രയാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള NAV പ്രൈസ് എത്രയായിരുന്നു, അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഡേറ്റ, ഹിസ്റ്റോറിക്കൽ ഡേറ്റ, അതിൻ്റെ മറ്റ് അതർ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പിലൂടെ ഫെച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ഇതിലൊരു നോർമൽ കോഴ്സ് ആക്ഷൻ ആയിട്ട് നമുക്കിതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ ഇൻവെസ്റ്റഡ് വാല്യൂ എത്രയായിരുന്നു, ഹിസ്റ്റോറിക്കൽ ഡേറ്റ, കറക്റ്റായ രീതിയിലുള്ള പ്രീവിയസ്ലി നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നത് വരെയുള്ള പീരിയഡ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ, നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയായിരുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇനി മുതൽ നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ OTP പ്രോസസ് വെരിഫിക്കേഷൻ കഴിയുന്നതിലൂടെ നമുക്ക് ധനിലൂടെ നമുക്ക് ലഭ്യമാകും. സോ ഇത്തരത്തിലാണ് നമുക്ക് ഒരു ക്വിക്ക് ആൻഡ് ഈസി പ്രോസസ് ഓഫ് മൈഗ്രേറ്റിംഗ് യുവർ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് ഫ്രം അതർ ബ്രോക്കർ ടു ധൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിമാറ്റിൽ ഡിമാറ്റിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഇനി ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്ലെഡ്ജ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ വീണ്ടും നിങ്ങൾക്ക് SIP ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെ ഇവിടെ നിന്ന് തന്നെ റെഡീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് റെഡീം ചെയ്യാം. സോ എങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ടിനെ ധനിലേക്ക് കൊണ്ടുവരേണ്ട പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.